പുറത്ത് ചെറിയൊരു മഴയും വെയിലൊക്കെ ആയിട്ടുള്ളൊരു കാലാവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു കുട എടുത്ത് പുറത്തിറങ്ങിയതാണ്. കാരണം എന്താണെന്നറിയോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സാധനം പരന്നിങ്ങനെ കിടക്കുന്നുണ്ട്. നിങ്ങൾ കാണുന്നില്ലേ എന്താണെന്നുള്ളത്. അപ്പോൾ ഞാനതിങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇടി പൊട്ടിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം കൂണുണ്ടാവും എന്ന് പറയണേക്ക. ഇടിയൊന്നും പൊട്ടിയിട്ടില്ല കേട്ടോ. ഞാൻ ജനലിൻ്റെ ഉള്ളിലൂടെ വെറുതെ പുറത്തോട്ട് നോക്കിയതാണ്. അപ്പോൾ നിറയെ കൂണിങ്ങനെ പരന്ന് കിടക്കുന്നുണ്ട്. കുറേ വിരിഞ്ഞതും കുറേ മൊട്ടുകൂണൊക്കെ കിട്ടി എനിക്ക് കേട്ടോ. ഇതിൻ്റെ മുഴുവനൊന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. പുഴുള്ളതൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലത് മാത്രമായിട്ട് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് നല്ല തിളച്ച വെള്ളമാണത് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത കൂണ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഇതേ രീതിയിൽ കയ്യിൽ കൊണ്ടൊന്നിങ്ങനെ മുക്കി വെക്കുക ഒരു 5 മിനിറ്റ്. കാരണം ഈ കൂണ് നന്നായിട്ടൊന്ന് വൃത്തിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചൂടായ ചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ചെറിയുള്ളി നീളത്തിൽ മുറിച്ചതാണിത്. വലിയ സൈസ് ചെറിയുള്ളി ഒരു 20 എണ്ണം ഉണ്ടാവും. നീളത്തിൽ മുറിച്ചത് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റുക. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നീളത്തിൽ മുറിച്ചെടുത്ത് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. 6 7 പച്ചമുളക് കീറിയത്, എരിവിനനുസരിച്ച് കൂട്ടേ കുറയ്ക്കേ ചെയ്യുക കേട്ടോ. 3 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി കഴുകി വൃത്തിയാക്കിയെടുത്ത കൂണ് ചുടുവെള്ളത്തിലിട്ട് കഴുകിയപ്പോൾ കണ്ടോ നല്ല ഫ്രഷായി കിട്ടിയിട്ടുണ്ട്. അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതുപോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുമ്പോൾ വെള്ളം ചേർക്കുന്നതിൻ്റെ മുന്നേ ആണെങ്കിൽ കൂണ് വെന്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് ഒരു 2 3 മിനിറ്റ് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ആവരുത്, ഇത് വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇനി മൂടി ഒന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ പാകത്തെ വേവായിട്ടുണ്ട്. ഇനി ഇത് മുഴുവനായിട്ടൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് 1 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ മസാലക്കൂൺ ഇവിടെ തയ്യാറായിട്ടോ. ഈ മസാലക്കൂണ് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ഏതൊരു വിഭവത്തിൻ്റെ കൂടെ കൂട്ടി കഴിക്കാനും നല്ല രുചിയാണ്. അപ്പോൾ ഞാനിത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് മോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുക, അമ്മ കൂണ് റെഡിയായോ എന്ന്. അത് വെന്തതിന് ശേഷം അവൾ കഴിച്ചിട്ടുള്ള അഭിപ്രായം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ കേട്ടോ. ലീനു ഇതാ തീറ്റ നിർത്തണില്ല കേട്ടോ. വീണ്ടും വീണ്ടും കോരി കഴിച്ചുകൊണ്ടിരിക്കുക. ടേസ്റ്റ് ഉണ്ടോ? ലീനു കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. എന്നോട് അവള് പറയാ, അമ്മ വേഗം കുളിച്ച് വന്നോ അല്ലെങ്കിൽ ഞാൻ മുഴുവൻ കാലിയാക്കുന്ന പറഞ്ഞത്. ഭയങ്കര ചൂടുണ്ടോ? ചൂടാറാനൊന്നും സമയമില്ലല്ലോ. ടേസ്റ്റ് പറഞ്ഞു കൊടുക്ക്. അടിപൊളി. വെറുതെ അല്ല ആൾക്കാർ ഈ വെജ് മാത്രം കഴിക്കണമെന്ന് പറയണത് ഇപ്പോഴാണ് മനസ്സിലായത്. എന്ത് ടേസ്റ്റ് ചിക്കൻ കഴിക്കണം ഫീല്. അപ്പോൾ ഈ വെജ് മാത്രം കഴിക്കണവർ ഈ വിഭവമൊക്കെ ഈ കൂണൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു നോൺ വെജിന്റെ ടേസ്റ്റ് അല്ലേ, അതായിരിക്കും. നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. അടിപൊളി സൂപ്പർ. അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂട്ടോ. ലീനുവിന് നല്ല ഇഷ്ടമായിരിക്കണം.